കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കസേര പിടിവലിയിൽ നിന്ന് വാർത്തയൊന്ന് ശ്രദ്ധ മാറ്റാൻ മനോരമയുടെ മാപ്ര വിദഗ്ധമായിട്ട് മുൻ സർക്കാരിന്റെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ബസ്സും തപ്പി ഇറങ്ങി. ബസ്സിനെ കുറിച്ച് ഒരു നെഗറ്റീവ് അങ്ങ് അടിച്ചു കൊടുത്താൽ ചർച്ച ആ വഴിക്ക് പോകുമല്ലോ. മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പിടിവലിയിൽ നിന്ന് തൽക്കാലത്തേക്ക് ശ്രദ്ധ മാറ്റി നമുക്ക് പിണറായി വിജയനിലേക്ക് വീണ്ടും പഴികൊണ്ട് നിർത്താനുള്ള പരിശ്രമമായിരുന്നു. പക്ഷേ എന്തു പറയാൻ, ചോദ്യം ചോദിച്ച മാപ്ര ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഓഫ് ഇന്ത്യ അഥവാ ഉംഫി എന്ന് പറഞ്ഞാൽ മതി. ബസ് വിജയകരമാണ്. ബസ് നല്ല വിജയകരമാണ്. കണ്ടക്ടർ കൂടി എനിക്കിപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് കളക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഫുള്ളാണ് ഇപ്പോഴും ഏകദേശം ഫുള്ളായും കൊണ്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ശരാശരി ഏകദേശം ഇവരെ കണക്ക് പ്രകാരം ഒരു 65,000 രൂപ മാസത്തിൽ ശരാശരി കുടുംബം കിട്ടുന്നുണ്ട്. EPKM ഏതായാലും 55-60ൻ്റെ മേലെയും കൊണ്ടാണ് നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് 100ൻ്റെ മേലെയും ഉണ്ടാകാനുണ്ട്, 100 മേയ്ക്ക് ഉണ്ടായിട്ട് ശരാശരി കണക്ക് കൂടുമ്പോൾ 70ൻ്റെ അടുത്തോളം നമുക്ക് കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്. എന്തായാലും മ്യൂസിയത്തിൽ വെക്കേണ്ടി വന്നില്ല, റോഡിൽ തന്നെ ഇറക്കേണ്ടി വന്നു വണ്ടി. മ്യൂസിയത്തിലൊക്കെ വെറുതെ ഒന്ന് അടിച്ചിറക്കിയ അതൊന്നും വന്നിട്ടില്ല. 2 വർഷമായിട്ട് നമ്മൾ സുഖമായിട്ട് ഈ വണ്ടി യാത്ര ചെയ്യുന്നു. ഞങ്ങൾ 2 ക്രൂ വണ്ടി സ്വന്തമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. വണ്ടി നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ശ്രദ്ധ നിങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്? വണ്ടി ഞങ്ങൾ സ്വന്തം വണ്ടി പോലെയല്ല ഞങ്ങളെല്ലാവരും കൊണ്ടു നടക്കുന്നത്. ഞങ്ങൾ 2 ക്രൂ ഓടുന്നു. അങ്ങനെ അതുപോലെ മെക്കാനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ മെയിൻ്റെനൻസ് നടത്തിക്കൊണ്ട് വണ്ടി നമുക്ക് സർവീസിന് യോഗ്യമായി തരുന്നുണ്ട്. അവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ഈ വണ്ടി. ആക്ച്വലി എല്ലാ ദിവസവും സർവീസ് ഉണ്ട്. എല്ലാവരും വളരെ കെയർ ആയിട്ട് ഈ വണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു വണ്ടിക്ക് പ്രത്യേക ഒരു പരിഗണന കൊടുത്തുകൊണ്ട് ഈ വണ്ടി വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. കേട്ടല്ലോ, ശരാശരി 60,000 മുതൽ 70,000 രൂപ വരെ ആ ബസ് ഇപ്പോൾ KSRTCക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അന്തർ സംസ്ഥാന, അതായത് ബംഗളൂരു സർവീസ് നടത്തുകയാണ്. ദിവസം 70,000 രൂപ വരെ ആകുമ്പോൾ മാസം എത്ര രൂപ ആ ഒരു ബസ് ലാഭമുണ്ടാക്കുന്നത് നോക്കി. അതായത് ബസ് മ്യൂസിയത്തിലേക്ക് വെക്കേണ്ടി വന്നില്ല എന്ന മാപ്രയുടെ കമന്റ് ശ്രദ്ധിച്ചില്ലേ? അതായത് മാപ്ര ബസ് മ്യൂസിയത്തിലാണ് എന്ന രീതിയിലും ബസ് നഷ്ടത്തിലായിരിക്കുമെന്ന രീതിയിലുമാണ് വാർത്ത എടുക്കാൻ പോയത്. പക്ഷേ അവിടെ പോയപ്പോൾ അടപടലം തേഞ്ഞു പോയി എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസുകാരുടെ കസേര തമ്മിൽ തല്ലിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി മനോരമയുടെ ഓരോരുത്തരും ഓവർ ടൈം എടുക്കുന്ന പണികൾ നോക്കൂ. പക്ഷേ ഉർവശി ശാപം ഉപകാരപ്രദമെന്ന പോലെ മനോരമക്കാരന്റെ ആ പ്രത്യേക താല്പര്യം കൊണ്ട് ഇന്നലകളിൽ അധിക്ഷേപിച്ച നവകേരള ബസ് മ്യൂസിയത്തിൽ വയ്ക്കേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞെടുത്ത് ഇപ്പോ ആ ബസ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭാ അംഗങ്ങളും യാത്ര ചെയ്ത ആ ബസ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഹിറ്റാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മനോരമ തന്നെ ആ ബസ്സിനകത്ത് റോവിംഗ് ചെയർ ഉണ്ടെന്നും ലിഫ്റ്റ് ഉണ്ടെന്നും പ്രത്യേക റൂം ഉണ്ടെന്നും കിച്ചൺ ഉണ്ടെന്നൊക്കെ കഥ അടിച്ചിറക്കിയതിനു ശേഷം ഇന്നിപ്പോ ആ ബസ് കട്ടപ്പുറത്തായി കാണും എന്ന പ്രതീക്ഷയിൽ ചെന്നപ്പോൾ ഇവരുണ്ടാക്കുന്ന കഥകൾക്കപ്പുറം എന്താണ് റിയാലിറ്റി എന്ന് അതിലെ ജീവനക്കാരുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.